ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻസ. തീർച്ചയായിട്ടും മക്കളെ, ഞാനൊരു ചോദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്താണ് NMMS? ഒരുപാട് മക്കൾക്ക് ഇപ്പോഴും അറിയാത്തതാണ്, പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതാണ് NMS എന്താണെന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ്ലി NMS എന്താണെന്നുള്ളതും അതേപോലെ തന്നെ NMS മാത്രമാണ് 8ാം ക്ലാസ് സർക്കിൾ എക്സാം, ഇനിയും ഒരുപാട് എക്സാമുകൾ ഉണ്ടോ, ആ എക്സാമുകളെ കുറിച്ചിട്ടും എല്ലാ കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടി പോവാണ്. സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളി തുടങ്ങാം. സോ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. NMS ആർക്കൊക്കെ എഴുതാം? ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടാണ്, NMS എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഇന്ന വിഭാഗക്കാർക്ക് മാത്രമാണോ, ഇന്ന കാറ്റഗറി ആണോ ഒക്കെ ചോദിക്കാറുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നോക്കാം. ഓക്കെ മക്കളെ, മനസ്സിലാക്കി വെക്കാം. NMS എഴുതാൻ പറ്റുക നിങ്ങൾ 8ാം ക്ലാസ് ഒരു സർക്കാർ സ്കൂളുകളിലോ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്കൂളിലോ 2025-26 വർഷത്തിൽ പഠിക്കുന്ന കുട്ടി ആയാൽ മതി. അഥവാ നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ സർക്കാർ സ്കൂൾ എയ്ഡഡ് സ്കൂളായിരിക്കും. ആ സ്കൂളിലെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. മാത്രമല്ല 7ാം ക്ലാസ്സിൽ വാർഷിക പരീക്ഷയിൽ 55% മാർക്ക് ഉണ്ടാവണം. അപ്പൊ എന്റെ മക്കൾ ഡൗട്ട് ഉണ്ടോ, എനിക്ക് 55% മാർക്ക് ഉണ്ടോന്ന്? മക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും 50% മാർക്ക് എന്തായാലും ഉണ്ടാവും. ഇനി അടുത്ത ക്രൈറ്റീരിയ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വാർഷിക വരുമാനത്തിന്റെ 3 ലക്ഷത്തിൽ കൂടരുത്. അഥവാ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അച്ഛനും അമ്മനും ഇൻകം ഉണ്ടാവും. ആ ഇൻകത്തിൽ 3 ലക്ഷത്തിൽ കൂടാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റ് ടീച്ചേഴ്സിനാകുമ്പോൾ അത് കുറച്ച് കൂടുതൽ ഗവൺമെന്റ് എന്താ പറയാ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സാലറി കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതേ ചോദ്യം കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുണ്ട്, അതേപോലെ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യണം അച്ഛന്. ബട്ട് അവന്റെ അച്ഛന്റെ വാർഷിക വരുമാനം 3 ലക്ഷത്തിന് കുറവാണ്. അപ്പോൾ അവനോട് ആരോ ഒരു തെറ്റിദ്ധാരണ കൊടുത്തിട്ടുണ്ട്, അവന് കിട്ടിയില്ല, അച്ഛൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെല്ലാം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിക്കുക, നിങ്ങളുടെ വാർഷിക വരുമാനം എത്ര ചോദിക്കുക. ചിലപ്പോൾ 3 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾക്കും ഈ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഒരുപാട് മക്കൾക്ക് എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി, അച്ഛനോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് എക്സാം എഴുതാം. ഈ 3 ക്രൈറ്റീരിയ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ എക്സാം എഴുതാൻ പറ്റും. ഈ എക്സാമിന് അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 8ാം ക്ലാസ്സിലുള്ള എക്സാമിൽ നിങ്ങൾക്ക് കാത്തിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞെങ്കിൽ 48,000 രൂപയുടെ സ്കോളർഷിപ്പ് ആണ്. അഥവാ ഒരു വർഷം നിങ്ങൾക്ക് 12,000 രൂപ വെച്ചിട്ട് 4 വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിന് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് എന്റെ മക്കൾ മനസ്സിലാക്കിയേക്കാം. നോക്കിയാൽ അർഹരാകുന്ന കുട്ടികൾക്ക് പറഞ്ഞല്ലോ 4 വർഷം, അതായത് 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും +1 +2 എന്നീ ക്ലാസ്സുകളിലൊക്കെ എന്തെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. പ്രതിവർഷം 12,000 രൂപയുടെ സ്കോളർഷിപ്പ് എന്റെ മക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ കിട്ടുന്നുണ്ട്. നോക്കട്ടോ, ഇനി NMS നേടാൻ എന്തൊക്കെ പഠിക്കണം? ഇതും ഒരുപാട് കുട്ടികൾ എന്നോട് ഡൗട്ട് ചോദിച്ചതാണ്. NMS പഠിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, NMS പഠിക്കാൻ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് മാറ്റും ഉണ്ട്, ഒന്ന് സാറ്റും ഉണ്ട്. 2 എക്സാമാണ്. രാവിലെ നിങ്ങൾ എക്സാമുകൾ കയറുകയാണെങ്കിൽ ഒരു മാറ്റ് എക്സാം ഉണ്ടാവും, സാറ്റ് ഉണ്ടാവും. ഇല്ല, സാറ്റ് നിങ്ങളെ 8ാം ക്ലാസ്സിലെ സിലബസ് 7, 8, 9 ഞാൻ അങ്ങനെ പറയുള്ളൂ. 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ് സിലബസ് ഉണ്ടാവും. പക്ഷെ മാറ്റ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന സാധനം മെന്റൽ എബിലിറ്റി. നിങ്ങൾ അങ്ങോട്ട് പോകുന്ന എല്ലാ എക്സാമുകൾക്കും ഈ മാറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അത് കൃത്യമായിട്ട് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. USSൽ മാറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ ചില മാത്സുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, 90 മാർക്കിന് മാറ്റ് മാത്രമാക്കി. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ മക്കളെ, നിങ്ങൾ മാറ്റിൽ 80 മാർക്കിൽ ഒരു 70 മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ NMS നേടി 100%. അപ്പൊ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് മാറ്റാണോ സാറ്റാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റാണ്. ആ മാറ്റ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് എന്നല്ലേ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ലൈവ് വരുന്നുണ്ടെങ്കിൽ തോന്നുന്നു, ആരും നമ്മളെ വിചാർ സർ, അല്ലെങ്കിൽ നിങ്ങൾ ഈ 8ാം ക്ലാസ്സിന്റെ ചാനൽ നോക്കിയാൽ കാണാം, മാറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ അടിപൊളിയായിട്ട് നമ്മൾ ബ്രഹ്മോസ് ബാച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും സ്ലൈഡ്സും നോട്ട്സും വേണമെങ്കിൽ നമ്മളെ താഴത്ത് ഒരു കമന്റ് ബോക്സിൽ ലിങ്ക് കണ്ടില്ലേ, ആ ലിങ്ക് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇനി നോട്ടുകളും കാര്യങ്ങളും കിട്ടും. എന്റെ മക്കൾ അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക, അത് എന്ത് ചെയ്യും, അടിപൊളിയാക്കി മാറ്റും. പിന്നെ സാറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് സയൻസ്, അഥവാ നിങ്ങളെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിനാണ് ബേസിക് സയൻസ് എന്ന് പറയാം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എന്താ വരിക, ബേസിക് സയൻസ് ആയിട്ടുണ്ടാവുക. അത് 35 മാർക്ക് വയ്ക്കും. ഓരോന്നും 15, 15, 10 രീതിയിലാണ് മാർക്ക് വരാറുള്ളത്. പിന്നെ സോഷ്യൽ സയൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, എന്റെ സബ്ജക്റ്റ് ആണ്. അതിന് 35 മാർക്ക് വരും. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. വേൾഡ് ഹിസ്റ്ററിന്ന് 4 മാർക്ക് ചോദ്യം വരും, ഇന്ത്യൻ ഹിസ്റ്ററിന് 10 മാർക്ക് ചോദ്യം വരും, 15 മാർക്ക് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് വരും. അങ്ങനെ വരും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അതായത് മാത്തമാറ്റിക്സ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ഇവർ രണ്ടുപേരും ഒരേപോലെയുള്ള ടീമാണ് മനസ്സിലാക്കി വെക്കുക. കാരണം മാത്തമാറ്റിക്സ് എന്ന് വേണമെങ്കിൽ മെന്റബിലിറ്റി ആക്കാം, മെന്റബിലിറ്റി മാത്തമാറ്റിക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അത് രണ്ടും എന്താണ്, കണക്റ്റഡ് ആണ്. അതിനാണ് നന്നായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് 2 സബ്ജക്റ്റ് ആണ്, മാത്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. ഈ രണ്ടും, അതായത് മെന്റൽ എബിലിറ്റിയും അതേപോലെ സോഷ്യൽ സയൻസും, ഇത് 2 പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് NMS എന്തെങ്കിലും കിട്ടും എന്നുള്ളത് എന്ത് ചെയ്യുക, 100% നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. സോ NMS മാർക്ക് നേടാൻ എത്ര മാർക്ക് വേണം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, NMS ഓരോ കൊല്ലവും എന്താണ്
കൂടി വരികയാണ്. ഇപ്പൊ ഓരോ ജില്ലകളിലും കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മനസ്സിലാക്കിയേക്കാം, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉള്ളത്. 140 മാർക്കാണ്. തൊട്ടുപിറകെ കോഴിക്കോട് 138 മാർക്ക് ഉണ്ട്. ആ രീതിയിലായിരുന്നു. പക്ഷെ അവർ അത് നേരെ നമ്മളെ പത്തനംതിട്ട പോകുമ്പോൾ 115 ഉള്ളൂ. പക്ഷെ ഏത് ജില്ലക്കാരാണെങ്കിലും ആ ജില്ലകളിൽ ഇനി കട്ട് ഓഫ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അടുത്ത വർഷം എന്തായാലും അതെന്ത് ചെയ്യും, ഒരു 4-5 മാർക്ക് എന്തായാലും എക്സ്ട്രാ ആഡ് ആവും. സോ നമ്മൾ ഇപ്പൊ തന്നെ പഠിക്കാം. നിങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെ നമ്മൾ തുടങ്ങിയ ബാച്ചാണ് ഏത് മക്കളെ, ബ്രഹ്മോസ് ബാച്ച് എന്ന് പറഞ്ഞുള്ള ബാച്ച്. അടിപൊളിയായിട്ട് തുടങ്ങിയതാണ്. എന്റെ മക്കൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് എന്റെ മക്കൾ കണ്ടിട്ട് തരും. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഡൗൺലോഡ് ചെയ്യുക, ആപ്പിലേക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾ കയറിയാൽ മതി. സെറ്റായിട്ട് നമുക്ക് പറ്റാം. സോ അടിപൊളിയാക്കണം, സെറ്റ് ആക്കണം, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സോ നിങ്ങളെ കൂടെ എന്നും ഞങ്ങളുണ്ട്, ഞങ്ങൾക്ക് അടിപൊളിയാക്കി മാറ്റാം. അപ്പൊ NMOS എന്താണെന്ന് എന്റെ മക്കൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. NMOS മാത്രമല്ല നിങ്ങൾക്കുള്ള എക്സാം, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് SA സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഉണ്ട്. അതേപോലെ തന്നെ സൈലത്തിന്റെ ഒരു PDB എക്സാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പല എക്സാമുകൾ നിങ്ങളെ കാത്തിക്കുന്നു. ഒളിമ്പ്യാഡ് എക്സാമിനേഷൻ ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് എക്സാമുകൾ ഉണ്ട്. ഈ എക്സാമുകളുടെയൊക്കെ സ്റ്റാർട്ടിംഗ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. സോ സെറ്റാക്കി നമുക്ക് പഠിക്കാം, ഷെയറാക്കി പഠിക്കാം, എല്ലാം നമുക്ക് സെറ്റാക്കണം. സോ മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ NMOS പഠിച്ച മക്കൾക്ക്, USS കിട്ടിയ മക്കൾക്ക്, NMOS എഴുതാൻ പോകുന്ന മക്കൾക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ അറിയട്ടെ, സെറ്റാക്കി നമുക്ക് മാറ്റണം. സോ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. അപ്പം മക്കളെ, നമുക്ക് ബ്രഹ്മോസ് വെച്ച് കാണാം. ബ്രഹ്മോസ് ബാച്ച് വെച്ചിട്ട്